ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റ് വീടൊക്കെ വൃത്തിയാക്കി എന്ന് പറഞ്ഞാൽ അടിച്ചു വാരി കുറച്ചൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയൊക്കെ വെക്കേണ്ടതൊക്കെ വെച്ചു. വേഗം ചെയ്തു കേട്ടോ. എന്നിട്ട് പിന്നെ കുളിച്ചിട്ട് ഇന്നൊരു അമ്പലത്തിൽ പോയിട്ട് വന്നു. പിന്നെ എല്ലാ മാസവും ഈ ദിവസം പോകാറുണ്ട്. അപ്പോൾ അത് കുറച്ച് എൻ്റെ ഒരു പ്രത്യേക വഴിപാടാണത്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇഡ്ഡലിക്ക് അടുപ്പത്ത് വെച്ചേക്കാണ്. പിന്നെ ഇന്നലത്തെ സാമ്പാർ ഇരിപ്പുണ്ട്, കേട് വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് അത് മതി വിചാരിച്ചത്. പിന്നെ കുറച്ച് ചട്നിപ്പൊടി ഇരിപ്പുണ്ട്, അതായത് ഇഡ്ഡലിക്ക് പൊടി കൂട്ടി കഴിക്കാമല്ലോ. അങ്ങനെ എല്ലാം കൂടി ഒന്ന് ഇതാക്കി വെച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകളാകുമ്പോൾ രാവിലെ എണീക്കുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിനൊരു ഐശ്വര്യമാണ്. നമ്മൾ വേണം വിചാരിക്കാൻ, നമ്മൾ തന്നെ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനും നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവരാൻ നമ്മൾ തന്നെ വിചാരിക്കണം. 7-8 മണി വരെ കിടന്നുറങ്ങിയിട്ട് പിന്നെ ഒന്നും പണി തീർന്നില്ല, മക്കളോട് ചീത്ത പറയുക അല്ലെങ്കിൽ കെട്ടിയവനെ ചീത്ത പറയുക, അതാ പരിപാടിയൊന്നും ചെയ്യരുത്. കാര്യം നമ്മുടെ കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങുമായിരിക്കും. കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ രാവിലെ എണീക്കാനൊക്കെ മടിയായിരിക്കും. അവർ ഉറങ്ങിക്കോട്ടെ, അവർക്ക് നമ്മളെപ്പോലൊക്കെ ഒരു പ്രായം എത്തുമ്പോൾ അവർ തന്നെ എഴുന്നേറ്റുള്ളൂ. കാരണം അവർ ചീത്ത പറയാനോ നാളെ നീ വേറൊരു വീട്ടിൽ പോകാനുള്ളതിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയ അങ്ങനെ ഇങ്ങനെയും പറഞ്ഞ് അവർ ചീത്തയൊന്നും പറയണ്ട. അവരുടെ സമയം, അവർക്ക് ആ ഒരു ഏജ് എത്തുമ്പോൾ, വിവാഹം കഴിഞ്ഞ് അവരുടെ ആ ഒരു ഇതെത്തുമ്പോൾ അവർ തന്നെ ചെയ്തോളും. അങ്ങനെ ചിന്തിക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ രാത്രി തന്നെ എല്ലാം നമ്മൾ എന്ത് പ്ലാൻ ചെയ്ത് വെക്കുക, എന്ത് ചെയ്യണം, നാളെ എന്താ ഉണ്ടാക്കേണ്ടത്, പച്ചക്കറി അല്ലെങ്കിൽ അരിഞ്ഞു വെക്കേണ്ടതൊക്കെ അരിഞ്ഞു വയ്ക്കാം, അല്ലെങ്കിൽ ഏത് കറിയാന്നൊക്കെ പ്ലാൻ ചെയ്താൽ സെപ്പറേറ്റ് ആയിട്ട് വെക്കുക. എന്ന് പറഞ്ഞാൽ ഒക്കെ അരിഞ്ഞ് ഓരോന്നും നമ്മുടെ കൈ എത്തുന്ന ദൂരത്തിൽ എടുത്ത് വെച്ചേക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ അരിയാനും പിടിക്കാനും ഒന്നും പോകണ്ട. അത് തന്നെ നമുക്ക് പകുതി സമയം പോകും. അപ്പോൾ നമ്മൾ ഈ രാത്രി തന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വേഗം നമുക്ക് അതിൻ്റെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ, ലഞ്ചിന് വേണ്ടി കുട്ടികൾക്ക് കൊടുത്തു വിടാൻ, ഹസ്ബൻഡിന് കൊടുത്തു വിടാൻ, ഇതൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് വീണ്ടും സമയം കിട്ടും, ഇഷ്ടംപോലെ സമയം കിട്ടും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും അവരുടെ രീതിയിൽ തയ്യലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് സ്വന്തമായിട്ട് പണം ഉണ്ടാക്കാൻ സാധിക്കും. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. വെറുതെ ഇരുന്ന് ഉറക്കം തൂങ്ങി ടി വിയും നോക്കി മൊബൈലും നോക്കിയോ ഇരുന്ന് സമയം കളയരുതല്ലോ. നമുക്ക് ആരോഗ്യം എളുപ്പമായിട്ട് നമ്മൾ പണിയെടുക്കാൻ. കുറച്ച് പേരൊക്കെ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ കുറച്ചും കൂടി ഇൻകം കൂട്ടാം. പിന്നെ വേറൊന്ന്, അലക്കാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി വൈകുന്നേരം ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണോ വന്നിട്ട് ഉടനെ മെഷീനിൽ ഇടുകയോ അല്ലെങ്കിൽ കൈകൊണ്ട് അലക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ രാവിലെ ആ ഒരു ജോലി കുറഞ്ഞു കിട്ടും. പിന്നെ ആകെ വേണ്ടത് നമ്മൾ രാവിലെ അടിച്ചു വാരണം കേട്ടോ. എന്നും അടിച്ചു വാരി അത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് നമുക്കറിയാലോ, മൂദേവിയെ പുറത്താക്കുക, ശ്രീദേവി അകത്ത് കയറ്റുക എന്ന് ആ ഒരു ചിട്ട അത് നമ്മൾ പരിപാലിക്കണം. പിന്നെ തുടയ്ക്കുക, അത് നമുക്ക് എല്ലാവർക്കും എന്നും തുടയ്ക്കാൻ പറ്റുന്നൊന്നും വരില്ല. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ആഴ്ചയിൽ 1 ദിവസം 2 ദിവസം തുടയ്ക്കാം. എന്നാലും നമ്മൾ സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം. മനസ്സിലായില്ലേ? ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കുക, അരി ഉഴുന്നൊക്കെ ഇട്ട് വെച്ചിട്ട് ജോലിക്ക് പോവുക. വരുമ്പോൾ നമുക്ക് അരയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസത്തേക്കുള്ളത് അതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. നമ്മുടെ ചിന്തയാണ്, നമ്മുടെ ബുദ്ധിയാണ് ഇതൊക്കെ പ്രയോഗിക്കേണ്ടത്. അല്ല നമ്മൾ മടി പിടിച്ചിരുന്നാണ്ടല്ലോ എല്ലാവരും മടി പിടിച്ചിരിക്കും. പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് ആരോഗ്യം കളഞ്ഞ് വയറിന് കേടുവരുത്തി എന്തിനാ ഇപ്പോൾ ഇതൊക്കെ അല്ലേ? അപ്പം നമ്മൾ വേണം നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാനും ഐശ്വര്യം കൊണ്ടുവരാനും എന്താ പറയുക എല്ലാം ചെയ്യേണ്ടത് നമ്മൾ വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇഡ്ഡലി കഴിക്കാൻ സമയം 8:45 കഴിഞ്ഞു. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നല്ലേ പറയുന്നത്. നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ? എന്നാലും നമ്മുടെ ചിട്ടവട്ടായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, അത് നമ്മൾ മുടക്കരുത്. പരമാവധി എക്സർസൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എക്സർസൈസ് ചെയ്യുക. കുറച്ചൊക്കെ നമ്മൾ ഈ കുനിഞ്ഞ് നിവർന്നൊക്കെ പണിയെടുക്കുമ്പോൾ നമുക്ക് വേറെ നടക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക കുറേ എക്സർസൈസ് ചെയ്യാനും പൈസ കൊടുത്ത് ജിമ്മിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാലോ. അലക്കലാണെങ്കിലും അല്ലെങ്കിൽ അടിച്ചു വാരി തുടക്കലൊക്കെ ഏറ്റവും നല്ലൊരു എക്സർസൈസാണെന്നാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് നല്ലൊരു മൂഡായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി, സംസാരിച്ചു. അപ്പോൾ ഓക്കെ, ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും